ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻസീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്ക് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ടേ. നീലക്കാല ഞണ്ടിനാണ് നല്ല ടേസ്റ്റ് എന്നൊക്കെയാണ് പറയാറ്. അപ്പം ഇതിപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് കൊണ്ടു തന്നാണേ. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ലൊരു കറി വെച്ച് നോക്കാം. കാണുമ്പോൾ എന്തൊരു ഭീകര ജീവിയാണല്ലേ, പക്ഷെ അടിപൊളി ടേസ്റ്റാ. കണ്ടോ, നല്ല രസമല്ലേ നിറം കാണാൻ. അപ്പോൾ ഞണ്ട് കറി വെക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്നറിയോ? അതിനാവശ്യമായ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെക്കണം. അപ്പം സവാള, ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ഞാനിവിടെ എടുത്തു. നമുക്കിത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഞണ്ട് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഉടനെ അത് തന്നെ നമുക്ക് അടുപ്പത്ത് കയറ്റണം. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇറച്ചി വെള്ളമായി പോകുമെന്നൊക്കെയാണ് പറയാറ്. അപ്പോൾ ഞണ്ട് വൃത്തിയാക്കാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതിൻ്റെ അടിഭാഗം ഞെക്കി നോക്കുക. കട്ടിയാണെങ്കിൽ ഓക്കെ, സോഫ്റ്റ് ആണെങ്കിൽ പഴകിയ ഞണ്ടാണെന്നാണ് അർത്ഥം. അങ്ങനെ ഞണ്ട് മേടിക്കുമ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിച്ച് ഞെക്കി നോക്കിയാൽ മതി കേട്ടോ. ഇതങ്ങനെ ഈ ഭാഗം ഇങ്ങനെ തുറന്നിങ്ങനെ എടുത്തിട്ട് അതിനകത്ത് ഈ സൈഡിൽ കാണുന്ന ഈ ഓലത്തുമ്പ് പോലത്തെ സംഭവമില്ലേ ഉണ്ടോ, അതങ്ങ് നുള്ളിക്കളയുക. എന്നിട്ട് ആ മഞ്ഞ ഒരു പത പോലെ കാണുന്ന സ്ഥലം കണ്ടോ, അത് നല്ലതാണ്. അതാണ് അതിൻ്റെ ടേസ്റ്റ്. അതിൻ്റെ പേരെന്തോ പറയുമായിരുന്നു, മറന്നുപോയി. എന്നിട്ട് ഇതിൻ്റെ എല്ലാ കാലുകളും അങ്ങനെ വേർപ്പെടുത്തിയെടുത്ത് നമ്മൾ രണ്ടാക്കി മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഞണ്ട് ക്ലീനാക്കൽ കഴിഞ്ഞു. ക്ലീനാക്കുന്ന പാടം ഓർത്തിട്ടാണ് പലരും ഞണ്ട് മേടിക്കാത്തതും ഞണ്ട് വെക്കാത്തതും. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ എളുപ്പമാണ് പിന്നെ ക്ലീൻ ചെയ്യാൻ. ഇതുണ്ടോ, ഇതുപോലെ ആക്കിയെടുക്കുക. അതിൻ്റെ നടുഭാഗം മുറിച്ച് കത്രിക കൊണ്ട് തന്നെ മുറിച്ചെടുത്താൽ ഇതുപോലെ പീസാക്കി കിട്ടും. ഇത്രേ ഉള്ളൂ. കുറച്ചും കൂടി എളുപ്പമുള്ള മെത്തേഡ് കാണിച്ചു തരാം. ഒരു ഞണ്ടിനെ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ആദ്യം ഒറ്റയടിക്കുക അതിൻ്റെ ആ കാലുകളുടെ എല്ലാം തുമ്പ് അങ്ങ് കത്രികയും കൊണ്ട് അങ്ങ് മുറിച്ച് കളയുക. ഇനിയുള്ളത് ഈ വലുതില്ലേ, ഈ വലിയ കാല് നമുക്ക് കഴിക്കാൻ എടുക്കാൻ പറ്റും. എന്നിട്ട് അടിഭാഗം ഇങ്ങനെ പൊളിച്ച് കളയുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകുക. ഇത് കണ്ടോ, ആ ഒരു കാലിൻ്റെ ആ ചോടില്ലേ അവിടെ ഒന്ന് ഞെക്കി പിടിച്ചിട്ട് ഇതിങ്ങനെ തുറന്നെടുക്കാൻ പറ്റും. കണ്ടോ, അത്രേ ഉള്ളൂ. ഈ ഓലത്തുമ്പ് എന്നാണ് ഞാൻ പറയുന്നത്. അതിന് വേറെ എന്തെങ്കിലുമൊക്കെ പേരുണ്ടാവും. അതിങ്ങനെ നുള്ളിക്കളയുക. ഈ കുഞ്ഞിക്കാലൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ, അതിനകത്ത് ദശയൊക്കെ ഉണ്ട്. എന്നിട്ട് ഈ നടുഭാഗം അതിനെ രണ്ടാക്കി മുറിച്ചെടുക്കുക. അത്രേ ഉള്ളൂ. അതിനിടയ്ക്ക് എനിക്ക് നല്ലൊരു കുത്ത് കിട്ടി. കുത്തല്ല, അതിൻ്റെ ഏതോ ഒരു തുമ്പത്തും കണ്ടും കൊണ്ടതാ. അത് സാരല്ല, പോട്ടെ. ഇപ്പോൾ ഞണ്ടൊക്കെ കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ. എന്നിട്ട് നമുക്ക് കഴുകിയ പാടെ ഞണ്ട് എന്ത് ചെയ്യും, ഒരു ചട്ടിയിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. ഇച്ചിരി ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളക് നെടുകെ കയറിയതും ഇത്രയും ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. കാരണം തോട് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇറച്ചി വെള്ളമാകാൻ തുടങ്ങും. അപ്പോൾ കഴുകിയ വാട ഏതെങ്കിലും നമുക്കൊരു ചട്ടിയിലിട്ട് ഇങ്ങനെ ഒന്ന് തിളപ്പിച്ച് വെക്കുകയാണെങ്കിൽ പിന്നെ അവിടെ ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിളപ്പിച്ചതിന് ശേഷം ഇതെടുത്ത് ഫ്രീസറിൽ വെച്ചാലും മതി കേട്ടോ. തിളപ്പിച്ച് ഇപ്പം ഈ ഒഴിച്ച വെള്ളമില്ലേ, അതങ്ങ് തിളച്ച് വരുമ്പോൾ വെള്ളം അങ്ങ് വറ്റിച്ചെടുത്തിട്ട് ഒരു എയർ ടൈറ്റ് ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം സമയമുള്ളപ്പോൾ ഉണ്ടാക്കിയാൽ മതി. കേടായി പോകത്തൊന്നുമില്ല. പിന്നെ അന്നേരം ക്ലീനാക്കാൻ മെനക്കെടണ്ട. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ സ്ഥിരം ഉരുളി നമ്മളെടുത്ത് വെച്ചു. അതിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ആ ഞണ്ടൊന്ന് എടുത്തൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുതേ. കാരണം നമ്മൾ ചട്ടിയിലാണ് വെച്ചത്. ഇപ്പം നീലക്കാലിനെല്ലാം കൂടെ മാറിയപ്പോൾ ചുവന്ന കാലിനായിട്ടുണ്ട്. ഒന്ന് ചൂട് കട്ടിയപ്പോഴത്തേക്കും അതിൻ്റെ നിറം മാറി കണ്ടോ. അപ്പോൾ അതവിടെ ചെറുതായിട്ടൊന്ന് തുറന്നിരിക്കട്ടെ. ഇത്രയും മതി. അതൊന്ന് അതിൻ്റെ ഇറച്ചി ഒന്ന് ഉറച്ചാൽ മതി. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. എണ്ണയൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഒരു നുള്ള് പെരുംജീരകം ഇട്ട് കൊടുത്തു. ജീരകം ഒന്ന് അങ്ങോട്ട് കറങ്ങി ഇങ്ങോട്ട് വരും. അപ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ച ഒരു 10-15 ചെറിയുള്ളി ഉണ്ട്. സവാളയും കൂടെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കും. ആ പച്ചമുളകും കൂടെ ഇട്ടേക്കാം കേട്ടോ.
എന്നിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. കാര്യം ഞണ്ട് വൃത്തിയാക്കാൻ പാടാണ് ഒക്കെ ശരിയാണ്, പക്ഷേ അതങ്ങോട്ട് തിളച്ച് വരുമ്പോഴുള്ള മണവും ആ ടേസ്റ്റും ഒക്കെ ഓർക്കുമ്പം നമ്മളങ്ങ് വൃത്തിയാക്കി പോകും. നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. കൂടെ 2 കതിർപ്പ് കറിവേപ്പിലയും കൂടി അതിലേക്ക് ചേർത്തു. ഇനി ഇതെല്ലാം ഒന്ന് പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. കാര്യം ഞണ്ടൊക്കെ ആണെങ്കിലും ഇവിടെ എനിക്കും മോനും മാത്രമേ ഞണ്ട് കഴിക്കാൻ പറ്റത്തുള്ളൂ. പപ്പയ്ക്കും മോക്കും ഞണ്ട് അലർജിയാണ്. അതുകൊണ്ട് ഞങ്ങൾ മനഃപൂർവ്വമായിട്ട് പോയിട്ട് ഞണ്ട് മേടിക്കുന്നതെന്ന് വെച്ചാൽ വർഷത്തിൽ 1-2 പ്രാവശ്യമൊക്കെ മേടിക്കാറുള്ളൂ. ഇതിപ്പോൾ കിട്ടിയത് കൊണ്ടങ്ങ് വെച്ചപ്പോൾ നിങ്ങൾക്കും കൂടി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അതിലേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞു വരണം. അതാണ് ഇനിയത്തെ പാകം. അപ്പം ഞാൻ അടച്ചു കൊടുക്കുന്നുണ്ടേ. ഇടയ്ക്കൊന്നും ഇതെടുത്ത് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഒരു 7-8 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പരുവായിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. ആ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് അതിങ്ങനെ എന്താ പറയുക, നല്ല സോഫ്റ്റായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി, ഇതെല്ലാം ഇട്ടിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞണ്ട് കറി ആയതുകൊണ്ട് ഒത്തിരി അങ്ങ് മസാല വേണ്ട കേട്ടോ. കാരണം ആ ഞണ്ടിൻ്റെ ഒരു സ്ഥായിയായ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതങ്ങ് പോവും. അപ്പം ജസ്റ്റ് പേരിന് കുറച്ച് മസാലപ്പൊടികൾ മാത്രം മതി. അതിലേക്ക് ഒരു വലിയ ചെറുനാരങ്ങയുടെ സൈസിൽ ഞാൻ നമ്മുടെ വാളംപുളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ നീരിട്ട് കൊടുക്കാം. ചിലർ കുടംപുളി ഇടാറുണ്ട് കേട്ടോ, പക്ഷേ എനിക്ക് തക്കാളിയുടെയും വാളംപുളിയുടെയും ആ ഒരു ടേസ്റ്റാണ് എനിക്കിഷ്ടം. എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത അതൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി ഒരു തിള വരുന്ന പോലെ ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കുക. അതിലേക്ക് നിങ്ങൾക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞണ്ട് കറിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പിന്നെ ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് അത് തിളപ്പിച്ച് എടുത്താൽ മതി. ആ വെള്ളത്തിലോട്ട് വെള്ളം ഒന്ന് ചൂടായി ഒന്ന് തിള വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളവിടെ അപ്പുറത്ത് വേവിച്ച് വെച്ചിട്ടില്ലേ ഞണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ കഷ്ണങ്ങളെല്ലാം എന്താ പറയുക, ആ ഗ്രേവിയിലോട്ട് ഇങ്ങനെ നിരത്തിയിടുക. നല്ലൊരു മണമാണ് കേട്ടോ ഇപ്പോൾ വരിക. എല്ലായിടത്തേക്കും ആ ഗ്രേവിയുടെ എല്ലാ ഭാഗത്തേക്കും ആ കഷ്ണങ്ങൾ കിടക്കുന്ന രീതിയിലാക്കി വയ്ക്കുക. എന്നിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞണ്ട് കറിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ സമയത്ത് നിർത്താട്ടോ. ഇനി അതല്ല റോസ്റ്റ് ആണെങ്കിൽ ഇതിനെ ഇങ്ങനെ വെച്ച് ആ വെള്ളം അങ്ങ് വറ്റിച്ചെടുത്താൽ ഞണ്ട് റോസ്റ്റായി. അപ്പോൾ എങ്ങനെയാ, ഞണ്ട് വൃത്തിയാക്കാനും ഞണ്ട് കറി വെക്കാനും ഒക്കെ എളുപ്പമല്ലേ? അപ്പോൾ ഈ കാണുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയേക്കണേ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തേക്കണേ. കണ്ടോ, നീലക്കാലിനൊക്കെ മാറി നല്ല ചുമന്ന കാലിനായിട്ടുണ്ട്. എന്താലേ, ഒന്ന് ചൂട് തട്ടിയപ്പോഴത്തേക്ക് തനി സ്വഭാവം പുറത്തു വന്നുണ്ടോ?
അപ്പോൾ നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞണ്ടൊക്കെ കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാൻ മടിക്കണ്ട, വാങ്ങിച്ചോ. എളുപ്പമാണ് ഉണ്ടാക്കാനും ക്ലീൻ ചെയ്യാനും. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.